പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോസ്, ജർബറ എന്നീ പുഷ്പവിളകളുടെ ഡിസീസ്, പെസ്റ്റ്, അവയുടെ നിയന്ത്രണ മാർഗങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാന പുഷ്പവിളയായ ഓർക്കിഡിൻ്റെ രോഗങ്ങളും കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓർക്കിഡിലെ പ്രധാന രോഗങ്ങൾ: കുമിൾ രോഗങ്ങളായ ബ്ലാക്ക് റോട്ട് അഥവാ അഴുകൽ, ആന്ത്രാക്നോസ് അഥവാ കരിച്ചിൽ, ബ്ലോസം ബ്ലൈറ്റ് അഥവാ പൂക്കളിലെ പുള്ളികളും കരിച്ചിലും, ലീഫ് സ്പോട്ട് അഥവാ ഇലപ്പുള്ളി രോഗം, ബാക്ടീരിയൽ രോഗമായ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് അഥവാ ബാക്ടീരിയൽ അഴുകൽ, വൈറസ് രോഗങ്ങളായ സിംബീഡിയം മൊസൈക്ക്, ഡെൻഡോഗ്ലോസം റിംഗ് സ്പോട്ട് ഇവയാണ് ഓർക്കിഡിലെ പ്രധാന രോഗങ്ങൾ. ബ്ലാക്ക് റോട്ട് അഥവാ അഴുകൽ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ രോഗം കാണുന്നത്. ഈ രോഗം മൂലം ഇലകളിൽ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവ ചെടി മുഴുവനും വ്യാപിക്കുന്നു. ഇലകൾ പൊഴിഞ്ഞു പോവുകയും രോഗം ബാധിച്ച ചെടികൾ പൂർണ്ണമായി അഴുകി നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി രോഗം ബാധിച്ച ചെടികളെ മറ്റ് ചെടികളിൽ നിന്ന് മാറ്റി നിർത്തുക, രോഗം ബാധിച്ച ഇലകളും ചെടികളും നശിപ്പിച്ച് കളയുക, ജലസേചനം തൽക്കാലം നിർത്തിവെക്കുക, മെറ്റലാക്സിൽ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാംഗോസബ് എന്ന കുമിൾനാശിനി 0.2% വീര്യത്തിൽ ചെടികളിൽ തളിച്ചു കൊടുക്കുക. ആന്ത്രാക്നോസ് അഥവാ കരിച്ചിൽ: ഇല, തണ്ട്, പൂങ്കുല എന്നീ ഭാഗങ്ങളിൽ തവിട്ട് നിറത്തിലുള്ള പാടുകളും പൊട്ടുകളും പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. രോഗം ബാധിച്ച ഇലകൾ കൊഴിഞ്ഞു വീഴുകയും പൂങ്കുലകൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി രോഗം ബാധിച്ച ചെടികളെ ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് മാറ്റി നിർത്തുക, രോഗം ബാധിച്ച ഭാഗങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച് കളയുക. ചെടികളുടെ ഇലകളിൽ അധികം നനവുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ കാർബൻഡാസിം എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. ബ്ലോസം ബ്ലൈറ്റ് അഥവാ പൂക്കളിലെ പുള്ളികളും കരിച്ചിലും: ഈ രോഗം മഴക്കാലത്താണ് കൂടുതലായി കാണുന്നത്. പൂവിതളുകളിൽ ധാരാളം പുള്ളികളും കരിച്ചിലും കാണുന്നതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. ഇത് നിയന്ത്രിക്കുന്നതിനായി ഉണങ്ങിയ ഇലകളും പൂക്കളും തക്ക സമയത്ത് തന്നെ മാറ്റി പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. മഴക്കാലത്ത് പൂക്കളിൽ വെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഴിവതും രാവിലെ 8 മണിക്ക് മുമ്പും വൈകുന്നേരം 4 മണിക്ക് മുമ്പായും ചെടികളെ നനയ്ക്കുക. രോഗം കൂടുതലായി കാണുന്നുവെങ്കിൽ മാംഗോസബ് 2.5 ഗ്രാം, കാർബൻഡാസിം 1 ഗ്രാം എന്നീ കുമിൾനാശിനികളിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പൂക്കളിൽ തളിച്ചു കൊടുക്കണം. ലീഫ് സ്പോട്ട് അഥവാ ഇലപ്പുള്ളി രോഗം: കറുപ്പും തവിട്ടും നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഇലകളിൽ കാണുന്നു. പുള്ളിക്കുത്തിനു ചുറ്റും മഞ്ഞ നിറത്തിലുള്ള ആവരണവും കാണാം. അനുകൂല കാലാവസ്ഥയിൽ ഇവ വലുതാവുകയും ഇല കരിഞ്ഞു പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ രോഗത്തെ നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ചെടികൾ മറ്റ് ചെടികളിൽ നിന്ന് മാറ്റി നിർത്തുക, ഗ്രീൻ ഹൗസിൽ ഊഷ്മാവും ഈർപ്പവും നിയന്ത്രിക്കുക, ചെടികളുടെ ഇലകളിൽ അധികമായി നനവ് വരാതെ നോക്കുക. ഇതിനായി നന രാവിലെ 8 മണിക്ക് മുമ്പായും വൈകുന്നേരം 4 മണിക്ക് മുമ്പായും ക്രമീകരിക്കുക. രോഗം കൂടുതലായി കാണുന്നുവെങ്കിൽ കാർബൻഡാസിം എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് അഥവാ ബാക്ടീരിയൽ അഴുകൽ: ഈ രോഗം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബാക്ടീരിയ കാരണമുണ്ടാകുന്നതാണ്. ഇലകളിൽ ചാരനിറം കലർന്ന പച്ച നിറമുള്ള പാടുകൾ ഉണ്ടാവുകയും അത് വലുതായി ഇല മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു. ഇല, തണ്ട്, വേര് ഇവ അഴുകി ദുർഗന്ധമുണ്ടാകുന്നു. ഈ രോഗത്തെ നിയന്ത്രിക്കാൻ നമ്മൾ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ രോഗബാധയില്ലാത്ത നടീൽ വസ്തുക്കൾ നോക്കി തിരഞ്ഞെടുക്കേണ്ടതാണ്. രോഗം ബാധിച്ച ചെടികളെ മറ്റ് ചെടികളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. രോഗം ബാധിച്ച ഭാഗങ്ങൾ കളക്ട് ചെയ്ത് നശിപ്പിക്കേണ്ടതാണ്. സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക് 0.1% വീര്യത്തിൽ ചെടികളിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. വൈറസ് രോഗങ്ങൾ: ഓർക്കിഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് സിംബീഡിയം മൊസൈക്കും ഡെൻഡോഗ്ലോസം റിംഗ് സ്പോട്ടും. സിംബീഡിയം മൊസൈക്ക് വൈറസ് രോഗത്തിൻ്റെ ലക്ഷണം: ഇലകളിൽ കുഴികളും മഞ്ഞ നിറത്തിലോ കരിഞ്ഞതുപോലെയുള്ള വരകളും കാണപ്പെടുന്നു. പൂക്കൾ കരിഞ്ഞു പോകുന്നു. ഡെൻഡോഗ്ലോസം റിംഗ് സ്പോട്ടിൻ്റെ ലക്ഷണം: ഇലകളിൽ വൃത്താകൃതിയിലുള്ള പുള്ളികളും മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള വരകളും കാണുന്നു. ഈ 2 വൈറസ് രോഗങ്ങളും ഒരുമിച്ചും ചെടികളിൽ കാണാറുണ്ട്. വൈറസ് രോഗങ്ങളെ
നിയന്ത്രിക്കാൻ മാർഗങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെടികളിൽ അവ വരാതെ ശ്രദ്ധിക്കണം. ഇതിനായി രോഗം വന്ന ചെടികളെ നാം പൂർണ്ണമായും നശിപ്പിച്ചു കളയണം. നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ രോഗം ബാധിക്കാത്ത ചെടികളിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ. രോഗം പരത്തുന്ന പ്രാണികളുണ്ട്. ഈ പ്രാണികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കീടനാശിനികൾ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഓർക്കിഡ് ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ: സ്കെയിൽ ഇൻസെക്റ്റ് അഥവാ ശൽക്ക കീടങ്ങൾ, മീലി ബഗ് അഥവാ മീലി മൂട്ട, ത്രിപ്സ് അഥവാ ഇലപ്പേൻ, ഏഫിഡ്സ്, റെഡ് സ്പൈഡർ മൈറ്റ് അഥവാ ചുവന്ന ചെള്ള് അല്ലെങ്കിൽ മണ്ടരി, ഓർക്കിഡ് വീവിൾ അഥവാ പൂവണ്ടുകൾ, സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ് അഥവാ ഒച്ചുകൾ. ഇവയാണ് ഓർക്കിഡ് ചെടിയിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ. സ്കെയിൽസ് അഥവാ ശൽക്ക കീടങ്ങൾ ഇലയിലും തണ്ടിലും പറ്റിക്കൂടിയിരുന്ന് ചെടിയുടെ നീര് വലിച്ചൂറ്റി കുടിക്കുന്നു. മീലിമൂട്ട വെള്ള നിറത്തിൽ കാണാം. തണ്ടിലും ഇലയിലും പറ്റിപ്പിടിച്ചിരുന്ന് ചെടിയുടെ നീര് വലിച്ചൂറ്റി കുടിക്കുന്നു. ഏഫിഡ്സ് തണ്ട്, പൂവ്, ഇല എന്നിവിടങ്ങളിൽ കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഈ 3 കീടങ്ങളും ചെടിയുടെ ഇല, തണ്ട്, പൂവ്, പൂമൊട്ട് എന്നീ ഭാഗങ്ങളിൽ നിന്നും നീരൂറ്റി കുടിക്കുന്നു. ഇവ ഹണിഡ്യൂ സെക്രീഷൻ നടത്തുന്നത് മൂലം ചെടിയിൽ സൂട്ടി മോൾഡ് എന്ന പൂപ്പൽ വളരാൻ കാരണമാകുന്നു. ഇലകൾ മഞ്ഞളിച്ച് ചുരുണ്ടുപോകുന്നു. ചെടി മുരടിച്ച് ഉണങ്ങിപ്പോകുന്നു. ഇലകളും പൂക്കളും പൂമൊട്ടുകളും കൊഴിഞ്ഞു പോകുന്നു. റെഡ് സ്പൈഡർ മൈറ്റ് അഥവാ മണ്ടരി: വേനൽക്കാലത്താണ് റെഡ് സ്പൈഡർ മൈറ്റിനെ പ്രധാനമായും കാണുന്നത്. ഇലകളുടെ അടിവശത്ത് കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇലകൾ മഞ്ഞളിച്ച് ചുരുണ്ട് വികൃതമാവുന്നു. ചെടിയുടെ വളർച്ച മുരടിക്കുന്നു. ആക്രമണം രൂക്ഷമാവുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു. ത്രിപ്സ് അഥവാ ഇലപ്പേൻ: ഇവ പൂമൊട്ടുകളെയും പൂക്കളെയുമാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. ഇവ പൂവിൽ മുറിവുകൾ ഉണ്ടാക്കി നീരൂറ്റി കുടിക്കുന്നു. പൂക്കൾ വികൃതമാവുകയും മൊട്ടുകൾ വിരിയാതിരിക്കുകയും ചെയ്യുന്നു. പൂക്കൾ തവിട്ടു നിറമാവുകയും ഇതളുകളിൽ വരകൾ കാണപ്പെടുകയും നിറം മങ്ങുകയും ചെയ്യുന്നു. ഇലകളിൽ വെള്ളപ്പാടുകൾ കാണപ്പെടുകയും ഇല വാടി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ചെടിയുടെ വളർച്ച മുരടിക്കുന്നു. നാം ഇപ്പോൾ കണ്ടിരിക്കുന്ന കീടങ്ങളെല്ലാം തന്നെ ഓർക്കിഡ് ചെടിയിൽ നിന്ന് നീര് വലിച്ചൂറ്റി കുടിച്ചാണ് ഓർക്കിഡ് ചെടിയെ ആക്രമിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. കീടബാധയേറ്റ ചെടികളെ മറ്റ് ചെടികളിൽ നിന്ന് മാറ്റി നിർത്തുക. തൈകൾ നടാനെടുക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള ചെടികൾ സെലക്ട് ചെയ്തെടുക്കുക. ചെടികളിൽ കീടബാധയേറ്റ ഭാഗങ്ങൾ ശേഖരിച്ച് നശിപ്പിക്കുക. ചെടിയിലെ ഉണങ്ങിയ ഇലകൾ, പൂക്കൾ, തണ്ടുകൾ എന്നിവ ശേഖരിച്ച് നശിപ്പിക്കുക. പഴയ നടീൽ മാധ്യമം മാറ്റി പുതിയത് ഉപയോഗിക്കുക. ചെടികളെ സ്ഥിരമായി നിരീക്ഷിക്കുക. അപ്പോൾ കീടങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് കീടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തിയായി വെള്ളമടിച്ച് അവയെ നീക്കം ചെയ്യുക. ഹരിതഗൃഹങ്ങളിലെ ഊഷ്മാവ്, ലൈറ്റ്, ആർദ്രത, വളം, വെള്ളം ഇവ കൃത്യമായ അളവിൽ ക്രമീകരിക്കുക. ശൽക്ക കീടങ്ങൾ പോലെയുള്ള ചെറിയ കീടങ്ങൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ മുക്കിയ പഞ്ഞി കൊണ്ടോ ടൂത്ത് ബ്രഷ് കൊണ്ടോ തുടച്ചു കളയുക. ഇൻസെക്ടിസൈഡൽ സോപ്പ് അപ്ലൈ ചെയ്യുക. കീടബാധ കൂടുതലായി കാണുന്നുവെങ്കിൽ മാലത്തയോൺ എന്ന കീടനാശിനി 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, അല്ലെങ്കിൽ റോഗർ എന്ന കീടനാശിനി 1.5 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ അടിച്ചു കൊടുക്കുക. ഇലപ്പേനിനെ നിയന്ത്രിക്കാൻ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിക്കാം. മണ്ടരിയെ നിയന്ത്രിക്കുന്നതിനായി കെൽത്തെയിൻ എന്ന കീടനാശിനി 6 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ നീമോയിൽ ഗാർലിക് ഇമൾഷനോ തളിച്ചു കൊടുക്കേണ്ടതാണ്. ഓർക്കിഡ് വീവിൾ അഥവാ പൂവണ്ടുകൾ: വണ്ടുകളും പുഴുക്കളും പൂക്കൾ തിന്ന് നശിപ്പിക്കുന്നു. ഈ പൂക്കളുടെ ക്വാളിറ്റി കുറയുന്നത് മൂലം അവയ്ക്ക് കമ്പോളങ്ങളിൽ പ്രിയം കുറയുന്നു. ഇവയെ നിയന്ത്രിക്കുന്നതിനായി വണ്ടുകളെയും പുഴുക്കളെയും ശേഖരിച്ച് നശിപ്പിക്കുക. കാർബാറിൽ എന്ന കീടനാശിനി 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പൂക്കളിൽ തളിക്കുക. സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ് അഥവാ ഒച്ചുകൾ: ഇവ പകൽ സമയത്ത് നടീൽ മാധ്യമത്തിലുള്ള തൊണ്ട്, ഇഷ്ടിക ഇവയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. രാത്രികാലങ്ങളിൽ പുറത്തേക്കിറങ്ങി ചെടികളെ ആക്രമിക്കുന്നു. ഇവ ഇല, വേര്, പൂവ്, പൂമൊട്ടുകൾ എന്നിവയെ തിന്ന് നശിപ്പിക്കുന്നു. ഇലകളിൽ വഴുവഴുത്ത വരകൾ നമുക്ക് കാണാൻ കഴിയും. ഇവയെ നിയന്ത്രിക്കുന്നതിനായി മെറ്റാൽഡിഹൈഡ് എന്ന ഒച്ചുനാശിനി ഉപയോഗിക്കാം.
വളരെ കുറച്ചേ ഉള്ളുവെങ്കിൽ നമുക്ക് പെറുക്കി നശിപ്പിക്കാവുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഒരു 8 മണിക്ക് ശേഷം നമ്മൾ ടോർച്ച് എടുത്ത് ചെടികളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒച്ചുകളെ കാണാൻ കഴിയും. കുറച്ച് എണ്ണം മാത്രമേ ഉള്ളുവെങ്കിൽ ഉപ്പ് വിതറിയും ഈ ഒച്ചുകളെ നമുക്ക് നശിപ്പിക്കാം. ബിയർ ഇവയെ ആകർഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പാത്രങ്ങളിൽ ഇവ മുങ്ങാൻ തക്കവണ്ണം അളവിൽ ബിയർ വെച്ച് ഇവയെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. ഇനി ഓർക്കിഡിൽ കാണപ്പെടുന്ന ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ റനിത മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓർക്കിഡിലുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സിൽ ഒന്നാണ് ഒഡീമ. അമിതമായി വെള്ളം നൽകുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ചെടിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജലം വേര് വലിച്ചെടുക്കുന്നു. ഇതുമൂലം ഇലകളിലുള്ള സെല്ലുകൾ വികസിച്ച് കുമിളകൾ പോലെയുള്ള ലീഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് നിയന്ത്രിച്ചാൽ മതിയാകും. ഓർക്കിഡിൽ കാണുന്ന മറ്റൊരു ഫിസിയോളജിക്കൽ ഡിസോർഡറാണ് പൂക്കളും പൂമൊട്ടുകളും വാടുകയും കൊഴിയുകയും ചെയ്യുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ജനിതക സ്വഭാവം, പൂവിൻ്റെ പൊളീനി എന്ന ഭാഗം വീണു പോകുന്നത്, ഉച്ചസമയത്ത് വരണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്, വെള്ളം കെട്ടിനിന്ന് വേര് ചെയ്യുന്നത്, കീടാക്രമണം, രോഗം, ശക്തിയായി വെള്ളം ചീറ്റുന്നത്, വിഷലിപ്തമായ വാതകങ്ങൾ, വാഹനങ്ങളുടെ പുക എന്നിവ. അപ്പോൾ പൂക്കൾ കൊഴിയുന്നതിന് ഇതിലേതാണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടുപിടിച്ച് നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഫിസിയോളജിക്കൽ ഡിസോർഡറാണ് പൂങ്കുലയ്ക്ക് പകരം തണ്ടുകൾ വളരുന്നത്. നൈട്രജൻ്റെ അംശം കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നൈട്രജൻ കുറഞ്ഞ് ഫോസ്ഫറസ് കൂടിയ രാസവളം ഉപയോഗിച്ചാൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയും. പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഓർത്തോഫോസ്ഫേറ്റ് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ആഴ്ചയിൽ 2 തവണയായി 3-4 ആഴ്ച ചെടിക്ക് നൽകിയാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഓർക്കിഡ് ചെടികളെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഓർക്കിഡ് ചെടിയെ ആരോഗ്യത്തോടെ കൂടി നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ ഓർക്കിഡ് പ്ലാന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടിയെ തന്നെ തിരഞ്ഞെടുക്കുക. അവ നടുന്ന സമയത്ത് അവ നിശ്ചിത അകലം പാലിച്ച് തന്നെ വയ്ക്കുക. നല്ല വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. പിന്നെ നടിയിൽ മാധ്യമവും അതുപോലെ അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ അണുനശീകരണം നടത്തി മാത്രം ഉപയോഗിക്കുക. നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് അധികമായിട്ട് വെള്ളം ചെടികളിൽ തങ്ങി നിൽക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ രോഗങ്ങളോ ഒക്കെ ചെടിയിൽ കാണുകയാണെങ്കിൽ ആ ചെടിയെ ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് മാറ്റി നിർത്തുക. രോഗം ബാധിച്ച ഇലകളും മറ്റു ഭാഗങ്ങളും ഒക്കെ, രോഗമാണെങ്കിലും കീടമാണെങ്കിലും ആ ബാധിച്ച ഭാഗങ്ങൾ നമ്മൾ വെട്ടിമാറ്റി നശിപ്പിച്ച് കളയുക. അതുപോലെ ഉണങ്ങിയ ഭാഗങ്ങൾ, ഉണങ്ങിയ ഇല, പൂവ്, തണ്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ അതാത് സമയങ്ങളിൽ വെട്ടുമാറ്റി നശിപ്പിച്ച് കളയേണ്ടതാണ്. അതുപോലെ മാധ്യമം കുറേ പഴയതാവുന്ന സമയത്ത് അത് മാറ്റി പുതിയ മാധ്യമം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ചെടി വളരുന്ന എൻവയോൺമെൻറ്റ്, പ്രത്യേകിച്ച് ഹരിതഗ്രഹങ്ങളിൽ ലൈറ്റ്, ടെമ്പറേച്ചർ, ആർദ്രത ഇവയെല്ലാം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരിച്ച് കൊടുക്കേണ്ടതാണ്. വെള്ളം, വളം എന്നിവ ഓവറായിട്ട് കൊടുക്കരുത്. ചെടിക്ക് എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ചെടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എല്ലാ ദിവസവും ചെടിയെ നമ്മൾ നിരീക്ഷിക്കുക. അതിന് എന്തെങ്കിലും ഇൻസെക്റ്റോ പെസ്റ്റോ ഒക്കെ ഉണ്ടോ എന്ന്, രോഗങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് എല്ലാ ദിവസവും നിരീക്ഷിക്കുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കിതെല്ലാം കാണാൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ചെടിയെ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അധികം രോഗങ്ങളോ കീടങ്ങളോ ഒന്നും വരില്ല. പിന്നെ അമിതമായിട്ട് ഇതൊക്കെ നോക്കിയിട്ടും വീണ്ടും വരികയാണെങ്കിൽ മാത്രം നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ചാൽ മതിയാവും.